ഹലോ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിന്ന് ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും പപ്പാളിയും കപ്പയും പാടെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്നൊരു പടുകൂട്ടാൻ വെക്കാമെന്നല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്പ് എടുക്കുകയാണ്. നമ്മൾ ഏത് ചേമ്പാണ് നമ്മളെ വീട്ടിലുള്ളതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചെറുചേമ്പാണ് ഞാൻ എടുക്കുന്നത്. ചെറുചേമ്പിൻ്റെ തണ്ടായാലും പാൽച്ചേമ്പിൻ്റെ തണ്ടായാലും ഇളയത് നോക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇളയ തണ്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇളയ ഇല അതിൻ്റെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇളയ ഇലയും നമുക്ക് ചേർത്തി ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനല്ലേ, ഇളയ ഇല ഇങ്ങനെ വരുന്ന തണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 തണ്ട് മതി കേട്ടോ. വലിയ തണ്ടാവുമ്പോൾ നമുക്ക് 2-3 തണ്ട് മതി കേട്ടോ. ഞാനിവിടെ 3 തണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇല നമുക്ക് എടുക്കാം, മൂത്ത ഇലയൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ പപ്പാളി വന്നിട്ട് ഒരു പാതി പീസാണ് ഞാൻ എടുക്കുന്നത്. കപ്പ വന്നിട്ട് ചെറിയ 2 കപ്പയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഒക്കെ ഒന്ന് നേരാക്കി എടുക്കാം. തൊലി കളഞ്ഞ് നേരാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ്. ഇതൊക്കെ കട്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഇതൊന്ന് ചീന്തി എടുക്കണം. അതിൻ്റെ തൊലി ഒന്ന് ഇങ്ങനെ ചീന്തി കളയണം കേട്ടോ. ഇതൊന്ന് ചീന്തി എടുത്തിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എല്ലാതും ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിക്കണ്. അതിൻ്റെ ആ തൂമ്പിൻ്റെ അവിടെ വരുന്ന ഇല ഉണ്ടല്ലോ, ആ ഇലയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കണത്. വലിയ ഇലയൊന്നും എടുത്തിട്ടില്ല, ആ തൂമ്പിൻ്റെ അവിടെ വരുന്ന ഇല എടുത്തിരിക്കണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം. ചേമ്പ് കുറച്ച് ചെറുതായിട്ടൊരു ചൊറി ഉണ്ടാവും കേട്ടോ കൈയൊക്കെ. അപ്പോൾ നമ്മൾ കൈയോട്ട് അലർജി ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കുക്കർ ഫുള്ളായിട്ടുള്ള മാതിരി ഉണ്ട്. അത് വാടി ഇതായി പോകും കേട്ടോ. കുറച്ചേ ഉണ്ടാവുള്ളൂ. എങ്ങനെയും നമുക്ക് ചീനമുളക് ഇതിലേക്ക് ഒന്നുണ്ട് കുത്തിയിട്ട് ചീനമുളക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ചീനമുളക് ഇട്ട് കൊടുക്കുക. ഒരു പൊടി പുളി, നമ്മൾ കയ്യിന് ഒരു പൊടി പുളി ഇട്ട് കൊടുക്കുക. ഇതൊരു ഒമച്ചിലുണ്ടാവുമല്ലോ, ചൊറിച്ചിൽ, അതില്ലാതാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിത് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 6 വിസിലെങ്കിലും വരണം. 6 വിസിലെങ്കിലും വരണം കേട്ടോ. 5-6 വിസിൽ വരണം. അപ്പോഴതിന് കപ്പയും പപ്പാടി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 1/4 മുറി തേങ്ങ എടുത്തുകൊണ്ട് ഒന്ന് തേങ്ങയും കുറച്ച് കാന്താരി മുളകും ഒരു 5-8 വെളുത്തുള്ളി, ഒരു പൊടി ചെറിയ ഉള്ളി, ചുവന്നുള്ളി. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്പൂണ് ചെറിയ ജീരകം, നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് കറക്കിയെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അരയേണ്ട ആവശ്യമല്ല, ഒന്നുകൂടി കറക്കിയെടുത്താൽ മതി. വിസിൽ വരുന്നത് കേട്ടോ. ഒരു 6 വിസിലിന് നമുക്കിടാം. അപ്പോൾ കുറച്ച് നേരമായി ഞാൻ ഓഫാക്കി വെച്ചിട്ട് വിസിലൊക്കെ ആവിയൊക്കെ പൊയ്ക്കണ്. അപ്പോൾ ഇതാ തുറന്ന് നോക്കി. നല്ല വെന്ത മാതിരി ഉണ്ട്. ഇതൊക്കെ കുറച്ച് ഒരു കുക്കർ നിറയെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 കുക്കർ അയക്കണ്. നല്ല വെന്തിക്കണ് കേട്ടോ. കപ്പയും ചേമ്പും പപ്പാളിയൊക്കെ നല്ല വെന്തിക്കണ്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് ഒരു ചട്ടി വെച്ചെടുത്ത് ഒക്കെ നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കണത്. ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്നുകൊണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇട്ടിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കണം. ഈ അരപ്പ് നല്ലൊന്ന് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിൽ ചേർക്കാം. പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചേർത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ചപ്പാത്തിക്ക് വേണമെങ്കിലും ചോർക്ക് വേണമെങ്കിലും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ.
അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്